സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. പ്രശസ്ത സാഹിത്യകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച പുനത്തിൽ സ്മൃതി എന്ന പരിപാടി വടകരയിൽ എഴുത്തുകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പുനത്തിൽ കുഞ്ഞബ്ദുള്ള വലിയ സാഹിത്യകാരനാണ്. പക്ഷേ ഇനിയും ഒരുപാട് ഉയരത്തിൽ അദ്ദേഹത്തിന് എത്താമായിരുന്നു. കഴിവുകൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദൂർത്തടിച്ചുവെന്ന് ടി പത്മനാഭൻ പറഞ്ഞു. വിസ്മരണം ആവശ്യമില്ലാത്ത എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് എം മുകുന്ദൻ അഭിപ്രായപ്പെട്ടു. ഞാൻ ഇങ്ങനെയൊക്കെ എഴുതാൻ പാടുണ്ടോ, നമ്മൾ അവിടെ പോയിട്ടൊന്നുമില്ലല്ലോ. അതൊന്നും സാരമില്ല, അതൊന്നൊരു വലിയ കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ കുഞ്ഞിക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിസ്സാരമായിട്ടുള്ള ഒരു എല്ലാത്തിനും നിസ്സാരമായിട്ട് കാണുന്ന ഒന്നാണ് ലാഘവത്തോടു കൂടി. അത് പക്ഷേ മറ്റ് ആവശ്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ എഴുത്തുകാരൻ എന്ന നിലയിൽ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭാഷയിൽ ഏറ്റവും വലിയ എഴുത്തുകാരനാകേണ്ട ഒരാളായിരുന്നു, ഏറ്റവും വലിയ എഴുത്തുകാരൻ. എനിക്ക് തോന്നിയത് ബഷീറിനെ മറികടക്കുമെന്ന് പോലും എനിക്ക് തോന്നിയ ചില അവസരങ്ങളുണ്ടായിരുന്നു. കുഞ്ഞിക്കയുടെ കയ്യിൽ പേനയ്ക്കൊരു മാന്ത്രിക സ്പർശമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എന്തെഴുതിയാലും അത് നമ്മളെ വായിക്കാൻ പ്രേരിപ്പിക്കും. അത് പിന്നെ മോസ്കോയിൽ പോയതിനെക്കുറിച്ച് ഒരു പുസ്തകമുണ്ടല്ലോ, എത്ര മനോഹരമാണത്. ഒറ്റക്കാരനെ പോലും മറികടക്കുന്ന ഒരു വ്യാഖ്യാന ശൈലിയാണതിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അത്രയോ ഭംഗിയായി എഴുതാൻ അറിയുന്ന ഒരാളാണ്. എന്ത് എഴുതിയാലും നമ്മൾ പിന്നെ അത് വായിക്കും, നമ്മളെ കൊണ്ട് വായിപ്പിക്കും. അങ്ങനെയുള്ളൊരു എഴുത്തുകാരനാണ്. എന്നിട്ടും എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ വഴിപിഴച്ച് പോയി എന്നുള്ളത് അതിനുള്ള കാരണം കുറേയൊക്കെ കുഞ്ഞിക്കയുടെ ജീവിതത്തിലെ പിന്നെ അരാജകത്വമാണ്. ഒരാൾക്ക് ജീവിതത്തിൽ പിന്നെ അരാജകത്വം കൊണ്ട് നടക്കാം, അതിൽ തെറ്റില്ല, അവരുടെ പ്രശ്നമാണ്. നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അത് നമ്മുടെ പ്രശ്നമല്ല. ഇപ്പോൾ ഒരാൾ ഇഷ്ടമുള്ള പോലെ ജീവിച്ചുകൊള്ളട്ടെ. പക്ഷെ എഴുത്തിൽ ഈ അരാജകത്വം പാടില്ല. എഴുത്തിൽ കൂടി അരാജകത്വം വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ചടങ്ങിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകളുടെ ഫോട്ടോഗ്രാഫിക് ആവിഷ്കാരം, സ്മാരകശിലകളിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എം മുകുന്ദന് നൽകിക്കൊണ്ട് ടി പത്മനാഭൻ നിർവഹിച്ചു. ചടങ്ങിൽ രാജേന്ദ്രൻ എടത്തുങ്കര അധ്യക്ഷനായി. എം മുകുന്ദൻ, വി ടി മുരളി, കെ വി സജയ്, ഡി മനോജ്, രമേശൻ പാലേരി, ടി രാജൻ, കെ ശ്രീധരൻ, കെ സി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു.